ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ സീനിയർ ശാം സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈഡൻ TVയുടെ 2025 പുതുവത്സരാശംസകൾ എല്ലാ പഠിതാക്കൾക്കും ഞങ്ങൾ നേരുന്നു. നാം ഒരു പുതിയ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസക്കാലം നാം ഒരു പുതിയ പാഠം പഠിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും. ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും. ഗോഡ്സ് ലവ് ആൻഡ് ജസ്റ്റിസ്. 1 യോഹന്നാൻ 4:8 പറയുന്നു, ദൈവം സ്നേഹമാകുന്നു. ബൈബിൾ ഒടുനീളം സ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങളെ വിസ്തരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവമാണ് സ്നേഹമെന്ന് വ്യക്തമായി ബൈബിൾ സാക്ഷ്യങ്ങൾ നമ്മെ വെളിവാക്കി നൽകുന്നു. എന്താണ് സ്നേഹം? സ്നേഹത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഉദാഹരണമായി ഒരു 10 പേരോട് സ്നേഹത്തെക്കുറിച്ച് നിർവചിക്കുവാൻ പറയുകയാണെങ്കിൽ 10 തരത്തിലായിരിക്കും ആ സ്നേഹത്തെ നിർവചിക്കുന്നത്. ഈ ഒരു 3 മാസക്കാലം ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും അത് തമ്മിലുള്ള ബന്ധം സങ്കീർണമായ ഒരു വിഷയമാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും എത്രമാത്രം ഒരുമിച്ച് പോകുന്നുവെന്ന് ഈ ഒരു 3 മാസക്കാലം നാം പഠിക്കും. ഈ പാഠം നമുക്കായി തയ്യാറാക്കിയിരിക്കുന്നത് ജോൺ C. പെക്കം. അദ്ദേഹം നമ്മുടെ അഡ്വെന്റിസ്റ്റ് സഭയുടെ തിയോളജിക്കൽ സെമിനാരിയിലെ ഒരു വൈദിക ശാസ്ത്രവും ഒരു പ്രൊഫസറുമായിരുന്നു എന്ന് ലേഖകനെക്കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഇന്നത്തെ ആമുഖത്തിൽ ആദ്യത്തെ പാഠത്തിൽ 1-ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്ന ഹെഡിങ് ദൈവം ഔദാര്യമായി സ്നേഹിക്കുന്നു. 1-ാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്ന ചിന്താവിഷയം ദൈവം ഔദാര്യമായി സ്നേഹിക്കുന്നു. ഗോഡ് ലവ്സ് ഫ്രീലി. ഗോഡ് ലവ്സ് ഫ്രീലി. ഹോശയുടെ പ്രവചനം 14-ാം അധ്യായം 4-ാം വാക്യമാണ് മനപ്പാഠവാക്യം. ഹോശയുടെ പ്രവചനം 14-ാം അധ്യായം 4-ാം വാക്യം. പ്രവാചകനായ ഹോശയ ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ച് സംസാരിക്കുന്നു. ഞാൻ അവിടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കിയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ദൈവം ഹോശയിലൂടെ പറയുന്നത്, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഇനി കൂടാതെ എൻ്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കിയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. അല്ലേ? ഒരു സ്നേഹവും പ്രതീക്ഷിക്കാതെ, ഒരു സ്നേഹവും തിരിച്ച് പ്രതീക്ഷിക്കാതെയുള്ള ഔദാര്യമായി ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്നിവിടെ പറയുന്നു. ആമുഖത്തിൽ യേശുവും പത്രോസും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ആമുഖത്തിൽ ഇവിടെ പറയുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസിനോട് ചോദിക്കുന്ന ഒരു സംഭാഷണമാണ്. പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനോട് ചോദിക്കുകയാണ്, മറ്റുള്ള ശിഷ്യന്മാരെ അപേക്ഷിച്ച് മറ്റുള്ളവരെക്കാൾ നീ അവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയാണ്, ഊവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറയുന്നു. യേശു പറയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. വീണ്ടും യേശു അതേ ചോദ്യം തന്നെ പത്രോസിനോട് ചോദിക്കുന്നു, നീ എവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും പത്രോസ് പറയുകയാണ്, ഊവ് കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, ഞാൻ മറ്റുള്ളവരെക്കാൾ അധികമായി അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറയുകയാണ്. 3-ാമത് ഇതേ ചോദ്യം തന്നെ കർത്താവ് ആവർത്തിക്കുന്നു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ പത്രോസ് വളരെയധികം ദുഃഖിക്കുന്നു. കാരണം എന്തിനാണ് കർത്താവ് ഒന്നിലധികം പ്രാവശ്യം ഒരേ ചോദ്യം എന്നോട് ചോദിക്കുന്നത്? പത്രോസ് അവിടെ ദുഃഖിക്കുന്നു. പത്രോസ് ദുഃഖത്തോട് പറയുകയാണ്, കർത്താവെ, നീ സകലവും അറിയുന്നു. കർത്താവെ, നീ സകലവും അറിയുന്നു. കാരണം 2-4 ദിവസം മുമ്പ് പത്രോസ് യേശുവിനോട് പറയുണ്ടായി, ആര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിപ്പറയില്ല. ഇനി എൻ്റെ ജീവനെ വെച്ച് കളവാൻ പോലും ഞാൻ ഒരുക്കമാണ് എന്ന് പത്രോസ് പറഞ്ഞു. പക്ഷേ പത്രോസിൻ്റെ ജീവിതത്തിൽ വന്നതായ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുവിനെ അവൻ 3 വട്ടം തള്ളിപ്പറഞ്ഞു, അല്ലേ? എന്നിട്ട് ആ ക്രൂശീകരണ സമയത്തൊക്കെ ശിഷ്യന്മാർ ഓടിപ്പോയ ഒരു അനുഭവവും ഒക്കെ നാം അവിടെ കാണുന്നു. അതുകൊണ്ട് പത്രോസിനെ മനസ്സിലാക്കിയ കർത്താവായ യേശു പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു? പത്രോസ് അവസാനമായി പറയുന്നു, കർത്താവെ, നീ സകലവും അറിയുന്നു. ഇതാണ് താഴ്മയുടെയും
വിനയത്തിൻ്റെയും ഉത്തരം. യേശുവിന് പത്രോസിലൂടെ അതാണ് ആവശ്യം. പത്രോസിനെ കർത്താവ് അവിടെ യഥാസ്ഥാനപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം അവൻ്റെ താഴ്മയും അവൻ്റെ വിനയവും കർത്താവിൽ പ്രദർശിപ്പിക്കുവാനാണ് യേശു പത്രോസിനോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. കാരണം കർത്താവ് സകലവും അറിയുന്നു. നമ്മുടെ ചിന്തയും നമ്മുടെ നിരൂപണവും അല്ലേ, നമ്മുടെ എല്ലാ ചിന്താഗതികളും കർത്താവ് മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒന്നും മറച്ചു വയ്ക്കുവാൻ ഇല്ല. അതുകൊണ്ട് പത്രോസ് സ്വയം പറയുന്നു, കർത്താവ് നീ സകലവും അറിയുന്നു. അതിലൂടെ കർത്താവ് പത്രോസിനെ എന്നേക്കുമായി യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നു. ഇതേ ചോദ്യം കർത്താവ് നമ്മോടും ചോദിക്കുകയാണ്. ഇതേ ചോദ്യം ഇന്നത്തെ കാലത്ത് കർത്താവ് നമ്മോടും ചോദിക്കുന്നു. നീ എവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ ഉത്തരം എപ്രകാരമാണ്? ഇന്നത്തെ പാഠത്തിൽ പറയുന്നു, നമ്മുടെ ഉത്തരമാണ് നമ്മുടെ അന്തിമ വിധിയെ നിർണയിക്കുന്നത്. നാം നൽകുന്ന ഉത്തരമാണ് നമ്മുടെ അന്തിമ വിധിയെ നിർണയിക്കുന്നത്. അതുകൊണ്ട് സകലവും അറിയുന്ന ദൈവത്തിന് മുമ്പാകെ സ്വയം സമർപ്പിച്ചുകൊണ്ട് കർത്താവേ നീ സകലവും അറിയുന്നു എന്ന് പത്രോസിനെ പോലെ സാക്ഷീകരിക്കുവാൻ ഇന്നത്തെ പാഠം നമ്മെ സഹായിക്കട്ടെ. കാരണം നമ്മുടെ കർത്താവ് ഔദാര്യമായി നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഭാഗം ന്യായമായ പ്രതീക്ഷകൾക്കും അപ്പുറം. ഞായറാഴ്ച പഠിക്കുന്ന ഭാഗം ന്യായമായ പ്രതീക്ഷകൾക്കും അപ്പുറം. ഓരോ വ്യക്തിയെയും നമ്മുടെ കർത്താവ് ഔദാര്യമായി സ്നേഹിക്കുന്നു. ഓരോ വ്യക്തിയെയും നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നത് പോലെ ദൈവം നമ്മോടും ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് എല്ലാവരെയും ഔദാര്യമായി സ്നേഹിക്കുന്നു. നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, നമുക്ക് ഓരോരുത്തർക്കും സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ എല്ലാ വ്യക്തികളെയും കർത്താവ് ഔദാര്യമായി സ്നേഹിക്കുന്നു. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു അനുഭവത്തെയാണ് ഞായറാഴ്ചത്തെ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കർത്താവ് മോശയിലൂടെ മോചിപ്പിക്കുകയും അവരെ വാഗ്ദത്ത ഭൂമിയായ കനാൻ ദേശത്തേക്ക് അവരെ വഴി നടത്തും എന്നുള്ള ഒരു വാഗ്ദത്വം അവർക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ അത്ഭുതകരമായി അവരെ വിടുവിച്ച് പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, കഴിക്കുവാൻ മന്ന ഒക്കെ നടത്തി, പാറയിൽ നിന്ന് വെള്ളം, ഇതെല്ലാം നടത്തി അവരെ അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഒക്കെ നാം പഴയ നിയമത്തിൽ വായിക്കുന്നു. ഈ അനുഭവത്തിൽ പോലും ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. അവർ ദൈവത്തോട് മത്സരിക്കുന്ന അനേക അനുഭവങ്ങൾ ഇവിടെ കാണുന്നു. പ്രത്യേകിച്ചും പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ നാം കാണുന്നത് മോശ, 1-ാമത്തെ വാക്യം, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അഹരോൻ എന്താണ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ പറയുകയാണ്, നിങ്ങളുടെ കാതിലെ കുണുക്കളൊക്കെ ഊരി തരിക. അവൻ അതിനെ ഒരു കൊത്തുള്ളു കൊണ്ട് അതിനെ ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഉടനെ ജനം പറയുകയാണ്, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുകയാണ്. ഉടനെ കാളക്കുട്ടിയെ കണ്ടിട്ട് അവർ പറയുകയാണ്, ഇത് നിന്നെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം ആകുന്നു. പക്ഷേ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കും, ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു, അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. പുറപ്പാട് പുസ്തകം 20-ൽ 1-2 വാക്യത്തിൽ പറയുന്നത് അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന ആരാണെന്നാണ് പറയുന്നത്? യഹോവയാണെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ 32-ാം അധ്യായം എത്തുമ്പോൾ ജനം ദൈവത്തോട് മത്സരിച്ചിട്ട്
ആ കാളക്കുട്ടിയെ കണ്ടിട്ട് പറയുകയാണ്, ഈ കാളക്കുട്ടിയാണ് അടിമ വീടായ മിസ്രൈം ദേശത്ത് ഞങ്ങളെ നടത്തിയതെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ ആ കാളക്കുട്ടിക്ക് ഒരു യാഗപീഠം പണിതു. എന്നിട്ട് അവർ പറയുകയാണ്, നാളെ യഹോവയ്ക്കൊരു ഉത്സവമാണ്, അതിൻ്റെ മുന്നിൽ ഹോമയാഗവും സമാധാന യാഗങ്ങളൊക്കെ അർപ്പിച്ചതായിട്ട് ഇവിടെ പറയുന്നു. അങ്ങനെ മോശ ഇത് കണ്ടിട്ട് ഇറങ്ങി വന്ന് മോശയ്ക്ക് ഉണ്ടായ കോപത്തെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നു. ദൈവം എഴുതി കൊടുത്ത കൽപ്പനകളെ മോശ എറിഞ്ഞുടയ്ക്കുന്നു, അല്ലേ? മോശയ്ക്ക് വല്ലാത്തൊരു വേദന ഉണ്ടായി. മോശ ദൈവത്തോട് സമാധാന മാർഗം സംസാരിക്കുന്നു, ഇവരോട് ക്ഷമിക്കണമേ എന്നൊക്കെ മോശ ദൈവത്തോട് അരുളപ്പാട് പറയുന്നു. അങ്ങനെ അവസാനം അവിടെയുള്ള ഒരു സംഹാരമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഏകദേശം 3000 പേര് ദൈവത്തിൻ്റെ കോപത്താൽ അവിടെ മരിക്കുന്നു എന്നിവിടെ കാണുന്നു. പക്ഷെ 33-ാം അധ്യായം എത്തുമ്പോൾ ഇത്രമാത്രം മത്സരിച്ച ജനത്തോട് വീണ്ടും ദൈവം കരുണ കാണിക്കുന്നതായി ഇവിടെ കാണുന്നു. 33-ാം അധ്യായം എത്തുമ്പോൾ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ആ കനാൻ ദേശത്തേക്ക് നടത്തുവാൻ വീണ്ടും മോശയ്ക്ക് ദൈവം അരുളപ്പാട് നൽകുകയാണ്. നീ ആ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നീ പോകുക. അപ്പം 33-ാം അധ്യായം എത്തുമ്പോൾ വീണ്ടും ദൈവം അവരോട് കരുണ കാണിക്കുന്നതായിട്ട് അവിടെ കാണുന്നു. ഇവിടെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടുത്തെ ദൈവം വീണ്ടും അവരോട് കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ വെളിവാക്കുന്നു. ഇവിടെ പറയുന്നത്, അതിനവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അവനോട്, തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. അപ്പോൾ മോശ പറയുകയാണ്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് വരണമേ, അല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരാകുമെന്ന് പറഞ്ഞു. അതിലെ 17-ാം വാക്യം, യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്നരുളി ചെയ്തു. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് മോശ അപേക്ഷിക്കുകയാണ്. അതിനവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. അതിലെ 19-ാം വാക്യത്തിൽ ഒരു വചനം ശ്രദ്ധിക്കുക, കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു. 20-ാം വാക്യം, നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യൻ എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് അവൻ കൽപ്പിച്ചു. ഇതാ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുമ്പോഴും എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും എന്നവിടെ പറയുന്നു. ഇവിടെ മോശ ദൈവത്തോട് പറയുകയാണ്, തിരു സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് കനാൻ ദേശത്തേക്ക് പോകണ്ട. അപ്പോൾ മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നത്, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ കനാൻ ദേശത്തേക്ക് വഴി നടത്താവുള്ളൂ. അവിടെ ദൈവം അവനോട് പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ട്, എൻ്റെ കൃപ നിന്നോടുകൂടെ ഉണ്ട്, അതുകൊണ്ട് നീ ധൈര്യമായി പോകുവാൻ മോശയോട് ദൈവം അരുളി ചെയ്യുന്നു. അങ്ങനെ വീണ്ടും മോശ പറയുകയാണ്, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. അവിടെ ദൈവത്തിൻ്റെ തേജസ് അവൻ കാണുകയാണ്. അതുകൊണ്ട് കർത്താവ് അവിടെ ഘോഷിക്കുന്നത്, ദൈവം ഘോഷിക്കുന്നത് 19-ാം വാക്യം ശ്രദ്ധിക്കുക, കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം, അല്ലേ? ഈ വചനത്തെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ചിലരോട് മാത്രമാണ് ദൈവം കരുണ കാണിക്കുകയും സ്നേഹം കാണിക്കുകയും ചെയ്യുന്നു എന്നൊരു തെറ്റിദ്ധാരണ ഈ വാക്യത്തിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ദൈവം എല്ലാവരോടും അനുകമ്പയും കൃപയും കാണിക്കുന്നു. ഇവിടെ എന്താണ് ദൈവം ഘോഷിക്കുന്നത്? ഇവിടെ എന്താണ് ദൈവം ഘോഷിച്ച് സംസാരിക്കുന്നത്? 19-ാം വാക്യത്തിൽ പറയുന്നത്, കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ഇവിടെ ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മയോട് പറയുന്നത്,
ന്യായമായ പ്രതീക്ഷകൾക്കും അപ്പുറം. അതാണ് പാഠത്തിൻ്റെ ഹെഡിങ്. ന്യായമായ പ്രതീക്ഷകൾക്കും അപ്പുറം എന്ന് വെച്ചാൽ ന്യായമായി നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി നമ്മുടെ ദൈവം ഔദാര്യമായി സ്നേഹിക്കുന്നു. ഇവിടെ നാം കണ്ടത് ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ചു, അല്ലേ? അവരൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ആ കാളക്കുട്ടിയാണ് അവരെ മിസ്രൈം ദേശത്ത് നിന്ന് വിടുവിച്ചതെന്ന് എല്ലാവരുടെ മുമ്പാകെ അവർ പറഞ്ഞു. എന്നിട്ട് പോലും ആ ജനത്തോട് ദൈവം കാരുണ്യം കാണിച്ചു, അല്ലെങ്കിൽ കൃപ കാണിച്ചു, അനുകമ്പ കാണിച്ചു. ഇതാണ് അർഹിക്കാത്ത ആ സ്നേഹി, അല്ലേ? ഇവിടെ ലേഖകൻ പറയുന്നത് ഇസ്രായേൽ ജനം ഈ സ്നേഹത്തിന് അർഹരല്ല. ഇസ്രായേൽ ജനം ഈ സ്നേഹത്തിന് അർഹരല്ല. എന്നിട്ട് പോലും അവർ ന്യായമായി പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി ദൈവം അവരോട് കാരുണ്യം കാണിച്ചതായാണ് ഈ ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് പ്രത്യുപകാരം ചെയ്യാത്ത സ്നേഹം. പ്രത്യുപകാരം ചെയ്യാത്ത സ്നേഹം. വീഴ്ച ഭവിച്ച മനുഷ്യന് ദൈവം ഔദാര്യമായി സ്നേഹിക്കുന്ന വിധമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ചത്തെ പാഠത്തിൽ വീഴ്ച ഭവിച്ചതായ മാനവകുലത്തെ എങ്ങനെയാണ് ദൈവം ഔദാര്യമായി സ്നേഹിക്കുന്നത് അതിനൊരു ഉദാഹരണമായി ഹോശയ എന്ന പ്രവാചകൻ്റെ അനുഭവത്തെ ഇവിടെ പറയുകയാണ്. ഹോശയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൽ 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു. ഹോശയുടെ പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, യഹോവ ഹോശയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരിസംഗം ചെയ്തിരിക്കുന്നു. ഇവിടെ യഹോവ ഹോശയോട് പറയുന്നത്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക, കാരണം ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരിസംഗം ചെയ്തിരിക്കുന്നു. ഇപ്പം ഇസ്രായേൽ ജനം അവിശ്വസ്തരായി ആത്മീയ വേശ്യാവൃത്തിയിലായിരിക്കുന്നു. എന്നിട്ട് പോലും ഈ ആത്മീയ വേശ്യാവൃത്തിയിലായിരിക്കുന്ന ഈ ജനത്തെ ദൈവം എപ്രകാരമാണ് ഔദാര്യമായി സ്നേഹിച്ചത്, അതുപോലെ തന്നെ ഹോശയോട് ദൈവം പറയുകയാണ്, നീ പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യഭിചാരിണിയെ നിന്റെ ഭാര്യയായി കൈക്കൊള്ളുക, അവൾക്ക് ജനിച്ച മക്കളെ നിന്റെ മക്കളായി കൈക്കൊള്ളുക. ഹോശയോട് ഇത് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ദൈവം വീഴ്ച ഭവിച്ച മനുഷ്യരെ ഔദാര്യമായി സ്നേഹിക്കുന്നു. അതേപോലെ ഹോശയോട് ദൈവം പറയുകയാണ്, വീഴ്ച ഭവിച്ചതായ ആ വ്യഭിചാരിണിയായ ആ സ്ത്രീയെയും തൻ്റെ മക്കളെയും നീ എടുത്തുകൊള്ളുക. അതെന്തിനെ സൂചിപ്പിക്കുന്നു? ദൈവത്തിൻ്റെ ഔദാര്യമായ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു, അല്ലേ? ഇവിടെ വാസ്തവത്തിൽ ദൈവജനം ദൈവത്തോട് മത്സരിക്കുന്നു, അല്ലേ? തിരുവെഴുത്തിലുടനീളം, ഹോശയുടെ പ്രവചനത്തിൽ മുഴുവനായും കൂടാതെ ബൈബിളുടനീളം ദൈവജനം ദൈവത്തിനെതിരെ മത്സരിക്കുന്നു. കാരണം ഹോശയുടെ പ്രവചനത്തിൽ നാം കാണുന്നത് ഹോശയുടെ ഇണയ്ക്ക് അല്ലെങ്കിൽ ഹോശയുടെ ഭാര്യയ്ക്ക് ഇണയ്ക്ക് ഹോശയോട് അവിശ്വസ്തത ആയിരുന്നു, അല്ലേ? അവൾ അവിശ്വസ്തത ഉള്ള സ്ത്രീയായിരുന്നു, അവൾ വിശ്വസ്തതയുള്ളവളായിരുന്നില്ല. പക്ഷേ ആ അവിശ്വസ്തയായ ആ ഇണയിൽ നിന്ന് ഒരിക്കലും ഹോശയ്ക്ക് ആഗ്രഹിക്കുന്ന സ്നേഹം കിട്ടില്ല. പക്ഷേ ആ പ്രതിഫലം ഇച്ഛിക്കാത്ത രീതിയിൽ, അല്ലേ? ദൈവം എങ്ങനെയാണോ വീഴ്ച ഭവിച്ച മനുഷ്യനെ സ്നേഹിക്കുന്നത്, അതുപോലെ ഹോശയോട് പറയുകയാണ്, ആ വ്യഭിചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീയെ നീ ഭാര്യയായി കൈക്കൊള്ളുക. കാരണം ജനം അത്രമാത്രം അവിശ്വസ്തതയിൽ ഏർപ്പെട്ടിരുന്നു. അവർ ദൈവത്തെ നിന്ദിച്ചു, മറ്റു ദേവന്മാരെ ആരാധിച്ചു, അല്ലേ? അത്രമാത്രം ആഴമേറിയ രീതിയിൽ നമ്മുടെ ദൈവത്തെ ദുഃഖിപ്പിച്ചു, അല്ലേ? ഹോശയുടെ പ്രവചനം 11-ാം അധ്യായം എടുക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള വേദവാക്യങ്ങളിൽ
ഹോശേയുടെ പ്രവചനം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദവാക്യങ്ങൾ പറയുന്നു, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നുപോയി. ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിലെടുത്ത്, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല. മാനുഷ്യ പാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു. അവരുടെ താടിയെല്ലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്കായിരുന്നു. ഞാൻ അവർക്ക് തീൻ അല്ലെങ്കിൽ ആഹാരം ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവം ഇസ്രായേൽ ജനത്തെ സ്നേഹിച്ചു. എന്നിട്ട് ആ മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ചു. എന്നിട്ട് പോലും ഓരോ പ്രാവശ്യം വരെ വിളിക്കും തോറും ഹോശേയുടെ പ്രവചനത്തിൽ പറയുന്നത് അവർ വിട്ട് അകന്നുപോയി. എന്നിട്ട് ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിക്കുകയും വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടുകയും ചെയ്തു. അങ്ങനെ അത്രമാത്രം മത്സരികളായിരുന്നു ഇസ്രായേൽ ജനം, അല്ലേ? യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നത്, യെശയ്യാവിൻ്റെ പ്രവചനം 65-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പറയുന്നത്, സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു. അപ്പോൾ സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഇടപെടാതെ കൈനീട്ടുന്നു. അവർ എൻ്റെ മുഖത്ത് നോക്കി എല്ലായ്പ്പോഴും എന്നെ കോപിപ്പിക്കുന്ന ഒരു ജനമായി തോട്ടങ്ങളിൽ ബലി കഴിക്കുകയും ഇഷ്ടികമേൽ ധൂപം കാണിക്കുകയും ചെയ്യുന്നു എന്നിവിടെ പറയുന്നു, അല്ലേ? വീണ്ടും യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം പറയും, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ തിരിവീൻ എന്ന് ഇസ്രായേൽ ഗൃഹമേ എന്നിവിടെ പറയുന്നു, അല്ലേ? അപ്പം ഇത്രമാത്രം ദൈവം സ്നേഹിച്ചിട്ട് പോലും ദൈവത്തോട് മത്സരിച്ച ആ ജനത്തെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം ഹോശേയോട് പറയുന്നത്, ആ വ്യഭിചാരിണിയായ സ്ത്രീയെ നിന്റെ ഭാര്യയായി കൈക്കൊള്ളുക. അത് ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തെയാണ് പ്രദർശിപ്പിക്കുന്നത്. ഹോശേയുടെ പ്രവചനം 14-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദവാക്യങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് അവിടെ വീണ്ടും പറയുന്നു, അചഞ്ചലമായ സ്നേഹം. ഹോശേയുടെ പ്രവചനം 14-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദവാക്യങ്ങൾ പറയുന്നു, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. ദൈവം വീണ്ടും നമ്മെ സ്നേഹിക്കുകയാണ്. നീ അതുകൊണ്ട് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ മടങ്ങി വരണം? 2-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. ഇപ്പം നമ്മുടെ മടങ്ങി വരവ് അപ്രകാരമായിരിക്കണം. സകല അകൃത്യങ്ങളെയും മറച്ചു വയ്ക്കുവാൻ നമുക്കൊന്നുമില്ല. എല്ലാ അകൃത്യങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയണം എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് അതിൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നാൽ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അശ്ശൂർ ഞങ്ങളെ രക്ഷിക്കയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല, അല്ലേ? ഞങ്ങൾ ഒരിക്കലും അശ്ശൂർ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയില്ല. ഞങ്ങളിനി കുതിരപ്പുറത്ത് കയറി ഞങ്ങളുടെ സ്വന്തം കൈവേലയോട് ഇത് ഞങ്ങളുടെ അധ്വാനമെന്ന് ഞങ്ങൾ പറയില്ല. മറിച്ച് അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവീൻ. അതുകൊണ്ട് 4-ാം വാക്യം ശ്രദ്ധിക്കുക. 14-4 പറയുന്നു, നമ്മുടെ മനപ്പാട വാക്യം, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കുകയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. അപ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് നാം മടങ്ങി വരുമെങ്കിൽ, ഹോശേയുടെ പ്രവചനത്തിൽ പറയുന്നത്, കർത്താവിൻ്റെ അടുക്കലേക്ക് നാം മടങ്ങി വരുമെങ്കിൽ, അനുതാപ വാക്യങ്ങളോടുകൂടി നാം മടങ്ങി വരുമെങ്കിൽ, സകല അകൃത്യത്തെക്കുറിച്ച് നാം ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുമെങ്കിൽ, തീർച്ചയായും നമ്മുടെ ദൈവം നമ്മുടെ പിന്മാറ്റത്തെ ചികിത്സിച്ചതിന് ശേഷം പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ നമ്മുടെ കർത്താവ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തി നമ്മെ ഔദാര്യമായി നമ്മെ സ്നേഹിക്കും എന്നിവിടെ പറയുന്നു, അല്ലേ? അപ്പോൾ ബൈബിളിലുടനീളം, ഹോശേയുടെ പ്രവചനത്തിലുടനീളം ദൈവം
ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്ന മക്കളെ കർത്താവ് തിരുത്തുന്ന അനുഭവമാണ് ഇവിടെ പറയുന്നത്, അല്ലേ? കർത്താവ് നമ്മെ തിരുത്തും, അല്ലേ? നാം സ്വന്തം ഇഷ്ടത്തിൽ നാം നടന്നാലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരുമെങ്കിൽ കർത്താവ് അർഹതയില്ലാത്ത അനുകമ്പയും സ്നേഹവും കൊണ്ട് കർത്താവ് നമ്മുടെ രോഗത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എന്നിവിടെ പറയും. അപ്പോൾ തിരുവെഴുത്ത് ഉടനീളം, ഹോശയുടെ പ്രവചനത്തിൽ ഉടനീളം നമ്മുടെ കർത്താവ് നമ്മെ ഔദാര്യമായി സ്നേഹിക്കുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ടാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത് പ്രത്യുപകാരം ചെയ്യാത്ത സ്നേഹം. ഒരിക്കലും നമുക്ക് അതിന് പകരം നൽകാൻ കഴിയില്ല. ഒരിക്കലും നമുക്ക് ആ സ്നേഹത്തിന് പകരമായി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അത്രമാത്രം നാം തിരിച്ച് സ്നേഹിക്കുന്നില്ല എങ്കിൽ പോലും, അല്ലേ, നാം തിരിച്ച് ദൈവത്തോട് നമ്മുടെ സ്നേഹം പ്രദർശിപ്പിക്കുന്നില്ല എങ്കിൽ പോലും നാം മടങ്ങി വരുമെങ്കിൽ തീർച്ചയായും നമ്മുടെ രോഗത്തെ ചികിത്സിച്ച്, നമ്മുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് നമ്മുടെ ദൈവം നമ്മെ ഔദാര്യമായി സ്നേഹിക്കുമെന്ന് തിങ്കളാഴ്ചത്തെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് സ്നേഹം ഔദാര്യമായി നൽകപ്പെടുന്നു. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് സ്നേഹം ഔദാര്യമായി നൽകപ്പെടുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാം എത്രമാത്രം ദൈവത്തോട് മത്സരിച്ചാലും നമ്മുടെ ദൈവം നിരന്തരമായി ആവർത്തിച്ച് ഔദാര്യമായി നമ്മെ സ്നേഹിക്കുന്നു, അല്ലേ? നാം എത്രമാത്രം പാപികളായിരുന്നാലും നിരന്തരം ദൈവകൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അർഹിക്കാത്ത സ്നേഹം നമ്മുടെ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകെ കൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഫറവോൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത് എന്നിവിടെ പറയുന്നു, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇസ്രായേൽ ജനം ഒരു വിശുദ്ധ ജനമായിരുന്നു, അല്ലേ? കാരണം ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തമായിരിക്കേണ്ടതിന് ഈ ദൈവം ഈ ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല, മറിച്ച് അവരെ പ്രിയപ്പെട്ട് അവരെ തിരഞ്ഞെടുത്തത് ദൈവം അവരെ യഥാർത്ഥമായി ഔദാര്യമായി സ്നേഹിക്കുന്നത് കൊണ്ടാകുന്നു, അല്ലേ? അപ്പോൾ ഇത്രമാത്രം ഔദാര്യമായി നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ പോലും പലപ്പോഴും നാം ദൈവത്തിനെതിരെ മത്സരിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും, നിങ്ങൾ ഒരു കാലത്ത് ലോകത്തിൻ്റെ അധിപതിയായ പിശാചിനെ നിങ്ങൾ ഒരു കാലത്ത് അനുസരിച്ച് നടന്നു. അവിടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ നിങ്ങൾ ആരായിരുന്നു? കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു, അല്ലേ? നാം ദൈവത്തോട് മത്സരിക്കുന്നവരായിരുന്നു, അല്ലേ? ദൈവകൃപ നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നു. എങ്കിലും ദൈവം നമ്മെ എന്ത് ചെയ്തു? ഔദാര്യമായി നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു, അല്ലേ? ഇവിടെ സൃഷ്ടിപ്പുമായുള്ള ബന്ധത്തിൽ ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുകയാണ്. സൃഷ്ടിപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. വെളിപാടിൻ്റെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം പറയുന്നു. വെളിപാടിൻ്റെ പ്രവചനം 4-ാം അധ്യായം 11-ാം വാക്യം, കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ, അല്ലേ? കാരണം നമ്മുടെ കർത്താവാണ് സകലവും സർവവും സൃഷ്ടിച്ചവൻ. എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും
സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ നമ്മുടെ കർത്താവ് യോഗ്യൻ എന്നിവിടെ പറയുന്നു. അത് തന്നെ സങ്കീർത്തനം 33:6 പറയാം. സങ്കീർത്തനം 33:6 യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അല്ലേ? ദൈവം നമ്മെ സ്വതന്ത്രമായി സൃഷ്ടിച്ചു. അല്ലേ? അതുകൊണ്ട് എല്ലാ മഹത്വത്തിനും മാനത്തിനും അധികാരത്തിനും നമ്മുടെ ദൈവം യോഗ്യൻ എന്നിവിടെ പറയുന്നു. വീണ്ടും ലോകമുണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. ലോകമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാം വാക്യം, പിതാവേ, നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്നിവിടെ പറയണം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥന പറയുകയാണ്. പിതാവേ, നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അല്ലേ? അപ്പോൾ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഔദാര്യമായി നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ഏതേൻ തോട്ടത്തിൽ വെച്ച് പാപത്തിൽ മനുഷ്യൻ വീണുവെങ്കിൽ പോലും അവനെ ആ വീഴ്ചയ്ക്ക് ശേഷം തുടർന്ന് ജീവിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹം കൈപ്പറ്റുവാനും ആദാമിനും ഹവ്വയ്ക്കും അർഹത ഇല്ലാതിരുന്നിട്ട് പോലും സകലത്തെയും ചമച്ചവനായ നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും കൃപയിലും അവൻ്റെ ജീവനെ നിലനിർത്തുവാൻ കർത്താവ് നമ്മോട് നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്നു എന്നിവിടെ പറയുകയാണ്. അല്ലേ? അപ്പോൾ ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ. ആദാമും ഹവ്വയും പാപത്തിൽ വീണുവെങ്കിൽ പോലും കാരുണ്യവാനായ നമ്മുടെ കർത്താവ് ഔദാര്യമായി നമ്മെ സ്നേഹിച്ചുകൊണ്ട് ആ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക്, സ്നേഹമെന്ന നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്ന് നമ്മെ നിരപ്പിൻ്റെ ആ ശുശ്രൂഷയിലേക്ക് നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുവന്നു എന്നിവിടെ പറയുന്നത്. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് ഔദാര്യമായി നമ്മെ സ്നേഹിക്കുന്നു എന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരും. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ബുധനാഴ്ചത്തെ ഭാഗത്ത് നാം പഠിക്കുന്നത് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ദൈവം നമ്മെ ഔദാര്യമായി സ്നേഹിക്കുന്നു. ദൈവം നമ്മെ ഔദാര്യമായി സ്നേഹിക്കുന്നു. കൂടാതെ ആ ദൈവം തിരിച്ച് സ്നേഹിക്കുവാൻ വേണ്ടി നമ്മെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ഔദാര്യമായി സ്നേഹിക്കുന്നു. കൂടാതെ ആ ദൈവം തിരിച്ച് സ്നേഹിക്കുവാൻ വേണ്ടി നമ്മെ ക്ഷണിക്കുന്നു. അല്ലേ? അതുകൊണ്ട് ആ ദൈവസ്നേഹം നാം സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് സ്വതന്ത്രമായി അവരവർക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അല്ലേ? ദൈവം നമ്മെ സ്നേഹിക്കുവാൻ തിരിച്ചു ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ആ സ്നേഹം വേണമോ വേണ്ടയോ എന്ന് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുവാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിനെ മനസ്സിലാക്കി തരുവാൻ കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ട്. കർത്താവ് പറഞ്ഞ ഒരു ക്രിസ്തുവിൻ്റെ ഒരു ഉപമയുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങൾ. അവിടെ യേശു അവരോട് പറഞ്ഞൊരു ഉപമ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അപ്പോൾ സ്വർഗരാജ്യം തൻ്റെ മകന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. ആ രാജാവ് എന്താ ചെയ്തത്? അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ആ രാജാവ് തൻ്റെ ദാസന്മാരെ അയച്ചു. അല്ലേ? പക്ഷെ ഇവിടെ പറയുന്നത് അവർക്കോ വരുവാൻ മനസ്സായില്ല. അല്ലേ? രാജാവിൻ്റെ മകൻ്റെ കല്യാണമാണ്, അല്ലെങ്കിൽ ഒരു VIP-യുടെ മകൻ്റെ കല്യാണമാണ്. ഇത്രയും വലിയൊരു VIP-യുടെ മകൻ്റെ കല്യാണമായിട്ട് പോലും, രാജാവിൻ്റെ മകൻ്റെ കല്യാണമായിട്ട് പോലും ക്ഷണിച്ചവർക്ക് വരുവാൻ മനസ്സായില്ല. 4-ാം വാക്യം പറയുന്നു, പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു, എൻ്റെ മുത്താഴം ഒരുക്കി തീർത്തു, എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു,
കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് വീണ്ടും പറയുകയാണ് അല്ലേ. അപ്പോൾ ആദ്യം വരാത്തത് കൊണ്ട് വീണ്ടും രാജാവ് തൻ്റെ ദാസന്മാരെ അയച്ചു പറയുകയാണ്, ഫുൾ കംപ്ലീറ്റ് റെഡിയായിരിക്കുകയാണ്, സകലവും റെഡിയായിരിക്കുന്നു അല്ലേ. വരുവീൻ വീണ്ടും രാജാവ് അപേക്ഷിക്കുകയാണ് അല്ലേ. രാജാവ് വീണ്ടും അവരോട് പറയുകയാണ് വരുവീൻ. പക്ഷേ അവരത് കൂട്ടാക്കാത്ത ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. ശേഷമുള്ളവർ ഈ വന്ന ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് അവരെ കൊന്നുകളഞ്ഞു എന്നിവിടെ പറയുന്നു. 7-ാം വാക്യം പറയുന്നത്, രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണത്തെ തന്നെ ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കുന്നു, പക്ഷെ അവർക്ക് വരുവാനോ മനസ്സായില്ല. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു അല്ലേ. നമ്മളെല്ലാം ഒരുക്കി വെച്ചിട്ട് നമ്മൾ ക്ഷണിക്കുന്നവർ വരാതിരുന്നാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന ദുഃഖം സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചു, പക്ഷേ അവർക്ക് വരുവാൻ മനസ്സായില്ല. ഇവിടെ രാജാവ് എന്താ ചെയ്യുന്നത്? രാജാവ് പിന്നെ വീണ്ടും ദാസന്മാരെ പറഞ്ഞു വിടുകയാണ്, വഴിത്തലക്കൽ ചെന്ന് അല്ലേ, വഴിത്തലക്കൽ പോയി ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിലൊക്കെ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു എന്നിവിടെ പറയുന്നത്. എല്ലാവരും വിളിക്കുകയാണ് അല്ലേ. ദൈവത്തിൻ്റെ സുവിശേഷം അതാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. ഈ സുവിശേഷം സകല ജാതികളോടും ഭാഷയോടും വംശത്തോടും ആയവരോട് അറിയിപ്പാനാണ് കർത്താവിൻ്റെ പക്കൽ ആ സുവിശേഷം. അതുകൊണ്ട് എല്ലാവരെയും വിളിക്കുകയാണ് അല്ലേ. ഈ സുവിശേഷം കേട്ട് വരുന്ന നല്ലവരുമുണ്ട്, ദുഷ്ടന്മാരുമുണ്ട്. നമ്മുടെ പള്ളിക്കകത്ത് നല്ലവരുമുണ്ട്, ദുഷ്ടന്മാരുമുണ്ട് അല്ലേ. അത് കൊയ്ത്തോളം വളരട്ടെ, വളരട്ടെ. അതുകൊണ്ട് നാം ഇപ്പോൾ അതിനെ വിധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ടുവരികയാണ്. വഴിത്തലയ്ക്കൽ പോയി കാണുന്ന എല്ലാവരെയും വിളിച്ചു. അവിടെ നല്ലവരുമുണ്ട്, ദുഷ്ടന്മാരുമുണ്ട്. എല്ലാവരും കടന്നു വന്നു. അങ്ങനെ കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ഇനി 11-ാം വാക്യം പറയുന്നത്, വിരുന്നുകാരെ നോക്കുവാൻ വേണ്ടി രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു അല്ലേ. ഇപ്പം ഇവിടെ നാം മനസ്സിലാക്കുന്നത്, രാജാവ് എല്ലാവർക്കും ആ കല്യാണ സദ്യയിൽ പങ്കെടുക്കുവാൻ രാജാവ് എല്ലാവർക്കും എന്ത് നൽകി? കല്യാണ വസ്ത്രം നൽകി. പക്ഷേ ആ വസ്ത്രം ധരിക്കാതെ ഒരു വ്യക്തി ഈ കല്യാണ സദ്യയിൽ പങ്കെടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നു അല്ലേ. അപ്പോൾ കർത്താവ് അല്ലെങ്കിൽ രാജാവ് നൽകേണ്ട വസ്ത്രം ധരിക്കാതെ സ്വന്തം വസ്ത്രം ധരിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കർത്താവ് നമുക്ക് ദാനമായി നൽകുന്ന നീതിൻ വസ്ത്രം ധരിക്കാതെ സ്വന്തം വസ്ത്രം ധരിച്ച് സ്വന്തം നീതിയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട നീതിൻ വസ്ത്രം ധരിക്കാതെ സ്വന്തം വസ്ത്രം ധരിച്ച് ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ഇവിടെ കാണുന്നു. എന്താണ് രാജാവ് ചെയ്തത്? സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട് അവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിളിക്കപ്പെട്ടവർ അനേകർ, 14-ാം വാക്യം പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പോൾ ഈ കല്യാണ സദ്യയിൽ സംബന്ധിക്കുവാൻ എല്ലാവരെയും വിളിച്ചു അല്ലേ, എല്ലാവരെയും വിളിച്ചു. പക്ഷേ ഒരു വ്യക്തി കല്യാണ വസ്ത്രമില്ലാതെ, കർത്താവ് നൽകുന്ന നീതിയിൽ വസ്ത്രം ധരിക്കാതെ സ്വന്തം വസ്ത്രം ധരിച്ചുകൊണ്ട് സ്വന്തം നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വ്യക്തി കല്യാണത്തിൽ പങ്കെടുക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ആരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ? ഈ ഉപമയുടെ അർത്ഥം എന്താണ്? ആരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ? കർത്താവിൻ്റെ ക്ഷണം സ്വതന്ത്രമായി സ്വീകരിച്ചവരാണ്. കർത്താവിൻ്റെ ക്ഷണം സ്വതന്ത്രമായി സ്വീകരിച്ചവരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പോൾ നാമും കർത്താവിൻ്റെ ക്ഷണം സ്വന്തം ഇഷ്ടപ്രകാരം നാം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നാം ആ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അതുകൊണ്ട് ദൈവം നമ്മെ ഔദാര്യമായി സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ആരുടെ മേലും
അടിച്ചേൽപ്പിക്കുന്നില്ല. ദൈവം നമ്മെ ഔദാര്യമായി സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ സ്നേഹത്തെ സ്വതന്ത്രമായി നാം സ്വീകരിക്കപ്പെടുമ്പോൾ, സ്വന്തം ഇഷ്ടപ്രകാരം അതിനെ സ്വീകരിക്കപ്പെടുമ്പോൾ നാം ആ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അതുകൊണ്ടാണ് 14-ാം വാക്യം പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, അല്ലേ? വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 139-ാം സങ്കീർത്തനം 23-24 വാക്യങ്ങൾ. 139-ാം സങ്കീർത്തനം 23-24, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. അല്ലേ? എൻ്റെ ഹൃദയത്തെ അറിയണമേ. ഞാൻ ഏത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്? സ്വന്തം വസ്ത്രം ധരിച്ചാണോ കർത്താവിൻ്റെ കല്യാണ സദ്യയിൽ പങ്കെടുക്കേണ്ടതെന്ന് സ്വയം ചിന്തിക്കുക. അതോ കർത്താവ് നമുക്ക് ദാനമായി നൽകുന്ന നീതിൻ വസ്ത്രം ധരിച്ചാണോ വരേണ്ടത്? അതുകൊണ്ട് എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. അല്ലേ? ഇപ്പോൾ സ്വന്തം വസ്ത്രം ധരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കല്യാണ സദ്യയിൽ പങ്കെടുക്കുവാൻ കഴിയില്ല. കാരണം നമ്മുടെ കർത്താവ് എല്ലാവരെയും വിളിക്കുകയാണ്. അല്ലേ? വഴിത്തലയ്ക്കൽ പോയി എല്ലാവരെയും വിളിക്കുന്നു. നമ്മുടെ ഇപ്പോൾ അഡ്വന്റിസ്റ്റുകാരുടെ GCയുടെ തീരുമാനം അനുസരിച്ച്, അല്ലേ, നമുക്കിപ്പോൾ സൈഡ് വാക്ക് ഇവാഞ്ചലിസം, മുറ്റത്തെ കൺവെൻഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? എല്ലാവരെയും വിളിക്കുക, അല്ലേ? ഈ കല്യാണത്തിന് വേണ്ടി, കർത്താവിൻ്റെ കല്യാണത്തിന് വേണ്ടി എല്ലാവരെയും പോയി, വഴിത്തലയ്ക്കൽ പോയി എല്ലാവരെയും വിളിക്കുക. അത് വലിയൊരു പ്രഖ്യാപനമാണ്. കാരണം ദൈവം എല്ലാവരെയും ഔദാര്യമായി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ബുധനാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, പക്ഷേ ആ വിളിയെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കം എന്ന് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ദൈവം എല്ലാവരെയും ഔദാര്യമായി സ്നേഹിക്കുന്നു. പക്ഷേ ആ സ്നേഹത്തിൻ്റെ ഫലം നാം അനുഭവിക്കണമെങ്കിൽ നാം അത് സൗജന്യമായി സ്വീകരിക്കണം. ആ സ്നേഹത്തിൻ്റെ ഫലം നാം അനുഭവിക്കണമെങ്കിൽ നാം അത് സ്വതന്ത്രമായി അല്ലെങ്കിൽ സൗജന്യമായി സ്വീകരിക്കണം. കാരണം ബുധനാഴ്ചത്തെ പാഠത്തിൽ ആ രാജാവ് ഒരുക്കിയ കല്യാണ സദ്യയിൽ എല്ലാവരെയും വിളിച്ചു. പക്ഷേ അവിടെ പറയുന്നത് അവർക്കോ വരുവാൻ മനസ്സായില്ല. അവർക്കോ വരുവാൻ മനസ്സായില്ല. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് കർത്താവ് പറയുന്നൊരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം വാക്യം. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് കർത്താവ് പറയുന്നൊരു വചനമാണ്, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തൊട്ട് മുമ്പ് കർത്താവ് പറഞ്ഞൊരു വചനമാണ്, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്ന ദാസന്മാരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി എങ്ങനെയാണോ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ഓരോരുത്തരെയും ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. രാജാവ് തൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ജനങ്ങൾക്കോ മനസ്സായില്ല. അതുപോലെ ഇവിടെയും പറയുകയാണ്, നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എൻ്റെ ദൈവത്തിന് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അല്ലേ? എന്നിട്ടും വ്യാഴാഴ്ചത്തെ പാഠത്തിൽ പറയുന്നു, എന്നിട്ടും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിലേക്ക് പോയി. എന്നിട്ടും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിലേക്ക് പോയി. ഇതാണ് ദൈവത്തിൻ്റെ ഔദാര്യമായ സ്നേഹം, അത്ഭുത സ്നേഹം. അല്ലേ? ഇത്രമാത്രം നാം ദൈവത്തിൻ്റെ വിളിയെ നാം തിരസ്കരിച്ചു എങ്കിൽ പോലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിലേക്ക് പോയി. ഇതാണ് ദൈവം നമ്മോട് കാണിച്ച അത്ഭുതകരമായ സ്നേഹം, ഔദാര്യമായ സ്നേഹം. അല്ലേ? നാം പാപത്തിൻ്റെ മരണത്തിന് നാം യോഗ്യരാണെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മെ വില കൊടുത്ത് രക്ഷിച്ച് ആ താറുമാറായ ഏദെൻ തോട്ടത്തിൽ താറുമാറായ ബന്ധത്തെ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതായ നമ്മുടെ ദൈവം, യാതൊരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ നമ്മുടെ ദൈവം
നമ്മയുടെ മേൽ ഔദാര്യമായി സ്നേഹം ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ഇവിടെ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യങ്ങൾ, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഇവിടെ യേശു തന്നെ പറയുകയാണ്, എൻ്റെ ജീവനെ അവർക്ക് വേണ്ടി കൊടുക്കുന്നു. അത് കൊടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്, ആ ജീവനെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. അതുപോലെ ഗലാത്യ ലേഖനത്തിൽ 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് എന്നിവിടെ പറയുന്നു. അല്ലേ, പൗലോസ് പറയുന്ന സാക്ഷ്യം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അന്തിമമായി കർത്താവ് ക്രൂശിൽ പ്രദർശിപ്പിച്ചു. അല്ലേ, അവൻ നമുക്ക് വേണ്ടി ബലിയാടായി, അല്ലേ, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി. അത് ലോക സ്ഥാപനത്തിന് മുമ്പ് ഒരുക്കിയതായ ഒരു രക്ഷാമാർഗമായിരുന്നു ഇത്. അല്ലേ, നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിക്കപ്പെടുമെന്നത് ലോക സ്ഥാപനത്തിന് മുമ്പ് ഒരുക്കിയതായ ഒരു രക്ഷാമാർഗമാണ്. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നു, ആദാമിൻ്റെ വീഴ്ചയ്ക്ക് ശേഷമല്ല ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ആദാമിൻ്റെ വീഴ്ചയ്ക്ക് ശേഷമല്ല ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഈ വീണ്ടെടുപ്പിൻ പദ്ധതി പൂർവ്വകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അല്ലേ, ലോകത്തിൻ്റെ സ്ഥാപനത്തിന് മുമ്പ് തന്നെ ഈ പദ്ധതി അല്ലെങ്കിൽ ഈ രക്ഷാമാർഗം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് മറഞ്ഞിരുന്നു. അല്ലേ, ഇവിടെ പാപത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ കാരണക്കാരനായ പിശാചാണെന്ന് ഇവിടെ പറയുന്നു. ഈ പാപം ഉണ്ടാകുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു. അല്ലേ, പാപത്തിൻ്റെ പരിണിത ഫലം ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം മുൻകൂട്ടി തന്നെ നമുക്ക് വേണ്ടി ഒരു രക്ഷാമാർഗം ആവിഷ്കരിച്ചിരുന്നു എന്ന് പാഠത്തിൽ ലേഖകൻ വ്യക്തമായി പറയുകയാണ്. അല്ലേ, അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അല്ലേ, അതുകൊണ്ട് 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപമറിയാത്തവനെ, 2 കൊരിന്ത്യർ 5:21, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ആരായി മാറി, പാപമാക്കി എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അല്ലേ, നമ്മുടെ കർത്താവ് ഇത്രമാത്രം നാം ദൈവത്തോട് മത്സരിച്ചുവെങ്കിൽ പോലും, അല്ലേ, കർത്താവ് നമ്മെ വിളിച്ചിട്ടും നമുക്ക് മനസ്സായില്ല. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചുരയും കീഴിൽ ചേർക്കും പോലെ അവൻ ചേർക്കുവാൻ എത്ര വട്ടം മനസ്സായിരുന്നു, പക്ഷെ നമുക്കോ മനസ്സായില്ല. എന്നിട്ട് പോലും നമ്മുടെ കർത്താവ് ക്രൂശിലേക്ക് കടന്നുപോയി നമുക്ക് വേണ്ടി ബലിയാടായി നമുക്ക് വേണ്ടി ജീവനെ നൽകി എന്നേക്കുമായി നമ്മെ വീണ്ടെടുപ്പിലൂടെ കർത്താവ് നമ്മെ രക്ഷിച്ചു എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. കൂടുതൽ പഠനത്തിന് എലൻ ജി വൈറ്റിൻ്റെ ക്രിസ്തുവിൻ്റെ ഉപമകൾ എന്ന പുസ്തകത്തിൽ മണവാളനെ എതിരേൽപ്പാൻ എന്ന പാഠഭാഗത്ത് ദൈവത്തെ നാം എപ്രകാരമാണ് തെറ്റായി നാം ഗ്രഹിച്ചത് എന്നവിടെ പറയുന്നു. നമ്മുടെ ദൈവത്തെ പലപ്പോഴും പരുഷമായ ഒരു ദൈവമെന്നും പരുഷമായ ഒരു ന്യായാധിപനെന്നും അല്ലേ ഒക്കെ നാം പലപ്പോഴും അതിനെ ചിത്രീകരിക്കുന്നു. എങ്കിൽ നമ്മുടെ കർത്താവ് എത്രമാത്രം ഔദാര്യമായാണ് നമ്മെ സ്നേഹിക്കുന്നത് എന്ന ജ്ഞാനം നാം മറന്നുപോകുന്നു. കാരണം കൂരിരുട്ട് ഈ ലോകത്തെ മൂടുന്നത് കൊണ്ട് ഈ ജ്ഞാനം ഇന്ന് അനേകർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യെശയ്യാവ് പ്രവാചകൻ പറയുന്നത് പോലെ 40-ാം അധ്യായം, യെശയ്യാവിൻ്റെ പ്രവചനം 40-ാം അധ്യായം 9-10 വാക്യങ്ങൾ പറയുന്നു, സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരുശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവേ കർത്താവ് ബലശാലിയായി വരുന്നു,
അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് എന്ന് പറയും. അപ്പോൾ ഇതാ നിങ്ങളുടെ ദൈവം അല്ലേ, എവരെ എത്രയും നാം നോക്കിയിരുന്നത് അല്ലേ. ആ മണവാളൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവരായ ഒരു ജനത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു അല്ലേ. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഔദാര്യമായ സ്നേഹത്തെ ലോകത്തോട് പ്രസംഗിക്കണം, ലോകത്തോട് വെളിപ്പെടുത്തണം. ദൈവകൃപയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ലോകത്തോട് പറയണമെന്ന് ഇന്നത്തെ പാഠം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഔദാര്യമായ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഹോശേയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ച മനപ്പാഠവാക്യം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഞാനവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. കൂടാതെ എൻ്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കിയാൽ ഞാനിനി അവരെ ഔദാര്യമായി സ്നേഹിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം, നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം, നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ ഏറ്റുപറയുമെങ്കിൽ തീർച്ചയായും നമ്മുടെ പിന്മാറ്റത്തെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കി, നമ്മുടെ കർത്താവ് ഒരു നിബന്ധനയുമില്ലാതെ ഔദാര്യമായി സ്നേഹിക്കും. ഈ ഒരു 3 മാസക്കാലം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുമുള്ള ബന്ധത്തെക്കുറിച്ച് ഈ ഒരു 3 മാസക്കാലം നാം പാഠങ്ങളിൽ പഠിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പുതുവർഷം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരവും സന്തോഷകരമായി തീരുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശാം സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 2025 പുതിയ വർഷത്തിൽ പിതാവേ, നല്ല നല്ല പാഠങ്ങൾ പഠിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ബന്ധത്തെക്കുറിച്ച് ആഴമേറിയ അർത്ഥത്തിൽ പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ പാലിച്ചുവല്ല പിതാവേ. 2024 ആരംഭം കണ്ട ഞങ്ങൾക്ക് അവസാനം കാണുവാനും ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ഈ ഒരു പുതിയ വർഷം പിതാവേ 2025 ഞങ്ങൾ പുതിയതായി പ്രവേശിക്കുമ്പോൾ സ്വർഗീയ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ അളവറ്റ സ്നേഹം, ഔദാര്യമായ സ്നേഹം നൽകി ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവെ, ഹോശേയ പ്രവാചകനിലൂടെ പറയുന്നത് പോലെ ഞങ്ങളുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കോപം ഞങ്ങളിൽ നിന്ന് വിട്ടുമാറിയിരിക്കുകയാൽ ദൈവം ഞങ്ങളെ ഔദാര്യമായി സ്നേഹിക്കുമെന്ന് പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. ഈ സ്നേഹം ലഭിപ്പാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളൊക്കെയും ദൈവത്തിൻ്റെ സമർപ്പിക്കുന്നു. കൂടിയിരിക്കണം, ബലപ്പെടുത്തണം. ഈ പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് രക്ഷയായി തീരുവാൻ സഹായിക്കണമേ. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കൂടിയിരിക്കണം, ബലപ്പെടുത്തണം. ചോദിക്കുന്ന കുറവുകളാണെങ്കിലും അധികമായ നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, പ്രാർത്ഥന കേൾക്കണം. പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.